ഇന്നത്തെ സ്പെഷ്യൽ വിഭവം ആട്ടിറച്ചി വരട്ടിയത് തന്നെ. മട്ടൺ വരട്ടിയെടുക്കുന്നതിനായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കറുവപ്പട്ട, 4-5 കരയാമ്പൂവ്, 3 ഏലക്ക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഓരോരുത്തരും ഉപയോഗിക്കുന്ന കുക്കറിനനുസരിച്ച് അതിൽ 1/4 കപ്പോ 1/2 കപ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. മട്ടൺ വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടതായ മറ്റു ചേരുവകൾ: സബോള 7 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം കീറിയത്, വേപ്പില, തക്കാളി 2 എണ്ണം കീറിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് എന്നിവയെല്ലാം വഴറ്റിയെടുക്കേണ്ടതാണ്. ഇതുകൂടാതെ 12 വെളുത്തുള്ളി അല്ലിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ആവശ്യമാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറി നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സബോള കൂടുതൽ വഴന്നു വന്നാൽ മട്ടൺ വരട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പച്ചമുളകും വേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം പൊടികൾ ഓരോന്നായി ചേർത്ത് സബോള നന്നായി വഴറ്റിയെടുക്കാം.
പൊടികളെല്ലാം നന്നായി മൂത്ത് മണം വന്ന് തുടങ്ങിയാൽ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കണം. കുക്കറിൽ നിന്നും വേവിച്ച് വെച്ച മട്ടൻ ചീനച്ചട്ടിയിലെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. മട്ടണും മസാലയും കൂടി നന്നായി ചേർന്ന് വഴന്നു വന്നാൽ അതിലേക്ക് 4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മസാലകൾ മട്ടണിലേക്ക് നന്നായി പൊതിഞ്ഞ് വരത്തക്ക വിധത്തിൽ നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ മട്ടൺ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം. അത്യധികം സ്വാദുള്ള ആട്ടിറച്ചി വരട്ടിയത് ഇതാ റെഡി. ഈ പാചകം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ.